ഹലോ, ഇപ്പോൾ ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ജാനകിയുടെയും അബിയുടെയും വീട് ഇപ്പോൾ പുതിയൊരു കഥാവഴിയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പ്രതീക്ഷകളോടെയാണ്, അതായത് പ്രതീക്ഷകൾ എന്ന് പറയുമ്പോൾ അളകാപുരി തറവാടിനെ നശിപ്പിക്കണം എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് അപർണ തമ്പിയും കൂടി ആ ഒരു വീട്ടിലോട്ട് എത്താനായിട്ട് ശ്രമിച്ചത്. പക്ഷേ അപർണയ്ക്ക് അജയെ ഇഷ്ടമുള്ളത് കൊണ്ട് അജയുടെ മരുമകളായിട്ട് അജയുടെ ഭാര്യയായിട്ടും ആ ഒരു അളകാപുരി തറവാട്ടിലെ സൂര്യനാരായണന്റെ മരുമകളായിട്ടും കയറി ചെല്ലാനായിട്ട് അപർണ ശ്രമിച്ചു. പക്ഷെ അവസാന ഘട്ടത്തിലാണ് അപർണയ്ക്ക് വലിയൊരു തിരിച്ചടിയായിട്ട് നമ്മുടെ നിരഞ്ജന വരികയും പിന്നെ നിരഞ്ജനയ്ക്ക് പെട്ടെന്ന് നിരഞ്ജന മരിക്കാൻ വേണ്ടിയിട്ട് ആത്മഹത്യക്ക് ശ്രമിക്കുകയും നിരഞ്ജനയെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് അജയ് അവിടെ നിന്ന് പോയി. അപ്പോൾ കഥ ആ ഒരു വിവാഹ സമയത്തും അജയ് അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു വീട്ടിലോട്ട് അപർണയെ കൊണ്ടുവരണം എന്നുള്ളത് സൂര്യനാരായണന്റെയും ഒരു ആഗ്രഹമായിരുന്നു. കാരണം തന്റെ ഒരുപാട് വർഷങ്ങൾ സുഹൃത്തുക്കളായിരുന്നവരാണ് പെട്ടെന്ന് ശത്രുക്കളായത്. അപ്പൊ ആ ഒരു ശത്രുത മാറ്റാൻ വേണ്ടിയിട്ട് തന്റെ വീട്ടിൽ മരുമകളായിട്ട് കൊണ്ടുവരാനായിട്ട് സൂര്യനാരായണൻ തീരുമാനിച്ചിരുന്നു. അവസാനം നമ്മൾ അമലിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനായിട്ട് തീരുമാനിച്ചു. അമലിന്റെയും അപർണയുടെയും വിവാഹം നടത്താൻ വേണ്ടിയിട്ടാണ് അവിടെ ശ്രമിച്ചത്. അവസാനം അപർണയുടെ കഴുത്തിൽ അമല താലി കെട്ടി. എന്നാൽ ഇത് ഒരു സന്തോഷത്തിന്റെ തുടക്കമല്ല, ഇത് വലിയൊരു ശത്രുതയുടെ തുടക്കമായിട്ടാണ് മാറിയത്. ഇതിന്റെ മുന്നോടിയായിട്ട് ആ ഒരു കുടുംബം തന്നെ തകരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഒരുപാട് പ്രതീക്ഷകളോടെയാണ് ആ ഒരു വീടിനെ തകർക്കണമെങ്കിലും അജയുടെ കൂടെ ഒരു ഭാര്യയായിട്ട് ജീവിക്കാനായിട്ട് അപർണ ശ്രമിച്ചു, അങ്ങനെ ആഗ്രഹിച്ചു. പക്ഷേ അമലിനെ ഏറ്റവും കൂടുതൽ അപർണ വെറുക്കുന്നത് അമലിനെയാണ്. ആ അമലിനെ തന്നെയാണ് അപർണയ്ക്ക് വിവാഹം കഴിക്കേണ്ട അവസ്ഥയും ഉണ്ടായത്. അങ്ങനെ ആ ഒരു അളകാപുരി തറവാട്ടിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് അപർണ. ഇതിനു മുന്നേ തന്നെ അപർണ ഏറ്റവും കൂടുതൽ ശത്രുവും കൂടി ആയിട്ട് കണക്കാക്കാൻ പോകുന്നത് നിരഞ്ജനയാണ്. കാരണം നിരഞ്ജന കാരണമാണ് താൻ ആഗ്രഹിച്ച പുരുഷനെ നഷ്ടമായത് എന്നുള്ളൊരു കാര്യം അപർണയ്ക്ക് മനസ്സിലായി. അങ്ങനെ ആ ഒരു വീട്ടിലോട്ട് വരുന്ന സമയത്ത് ആ വീടിനെ എങ്ങനെയെങ്കിലും രണ്ടായിട്ട് തകർക്കണം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് അപർണ ആ വീട്ടിലോട്ട് കാലെടുത്ത് വെക്കുന്നത്. അവിടെ നമ്മുടെ ജാനകി ആരതി എടുത്ത് ഒഴിഞ്ഞ് അപർണയെ വരവേൽക്കുമ്പോൾ ആരതി ഒഴിഞ്ഞ് വരവേൽക്കുന്ന സമയത്ത് പോലും ഏട്ടത്തിയല്ല എനിക്ക് ആരതി ഒഴിയേണ്ടത്, അമ്മയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജാനകി അവിടെ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു സംഭവമാണ് ഉണ്ടായത്. അങ്ങനെ നമ്മുടെ അബിയുടെ അമ്മ വിളക്ക് കൊടുത്ത് ജാനകി അവിടെ അപർണയെ ആരതി ഒഴിഞ്ഞ് അകത്തോട്ട് കയറ്റിയെങ്കിൽ പോലും ആ ഒരു വീടിനെ എല്ലാവരെയും തകർക്കണം. ജാനകിയും അബിയും രണ്ട് പാത്രമാക്കണം. ജാനകിയും അബിയും അവിടെ നിന്ന് അടിച്ചു പുറത്താക്കണം. എന്നിട്ട് തനിക്ക് അവിടെ ഒരു ആധിപത്യം സ്ഥാപിക്കണം. താൻ വിചാരിച്ചതുപോലെ ഈ ഒരു സൂര്യനാരായണന്റെ കുടുംബം തകർക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അപർണ വന്നത്. അങ്ങനെ അപർണ വന്നതിന് ശേഷം അവിടെ ഇരുന്ന ഗിഫ്റ്റൊക്കെ എടുത്ത് വലിച്ചു വാരി എടുത്ത് കളയുവാണ്. എന്നെ സന്തോഷമായിട്ട് ജീവിക്കാൻ വിടാത്ത ജാനകിയെയും അബിയെയും എല്ലാവരെയും ഞാൻ തകർത്തിരിക്കും. ജാനകിക്കും അബിക്കും ഞാൻ വലിയൊരു തിരിച്ചടി കൊടുത്തിരിക്കും, വലിയൊരു പണി കൊടുത്തിരിക്കും. അവരെ തമ്മിൽ ഞാൻ പിരിച്ചിരിക്കും. അവരെ രണ്ടുപേരും ഈ വീട്ടിൽ നിന്ന് ഞാൻ ഇറക്കി വിട്ടിരിക്കും എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നിൽക്കുന്നത്. പക്ഷെ ജാനകിയെയും അബിയെയും ഈ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും അടിച്ചിറക്കണം എന്ന് അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടി നിൽക്കുന്ന മുത്തശ്ശിക്ക് ഇതൊരു കൂട്ടായിട്ടാണ് മാറുന്നത്. മുത്തശ്ശിയെയും കൂടി കൂട്ടുവിളിച്ചുകൊണ്ട് അപർണ ഈ ഒരു വീടിനെ തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അതിന്റെ കൂടെ തന്നെ നിരഞ്ജനെ അപായപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. എന്തായാലും അവിടെ അപർണ പറയുന്നുണ്ട്, എന്നെ സന്തോഷത്തോടെ ജീവിക്കാൻ വിടാത്ത എല്ലാവരെയും ഞാൻ നശിപ്പിച്ചിരിക്കും, എല്ലാവരെയും തകർത്തിരിക്കുമെന്ന്. ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയുന്നതുവരേക്കും ടാറ്റാ ബൈ.